ഹലോ വെൽക്കം ബാക്ക്. 2024 ഞാൻ എടുത്തിട്ടുള്ള ഒരു ബെസ്റ്റ് തീരുമാനമായിരുന്നു ജിമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. കാരണം പൊതുവേ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മടിയുള്ളവരാണ്. നമുക്കൊരാൾ കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, ഒറ്റയ്ക്ക് ചെയ്യാനേ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു. ഒരു 5-6 മാസത്തിന് മുന്നേ, ഓണത്തിനൊക്കെ മുന്നെയാണ് ജിമ്മിൽ ജോയിൻ ചെയ്തു. ദൈവഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ ഒരാഴ്ച എനിക്ക് ഭയങ്കര കഷ്ടപ്പാടെന്ന് വെച്ചാൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു. കാരണം 86 kg ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ജമ്പിങ് ജാക്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കായാലും ഭയങ്കര ബോഡി പെയിനാണ്. അനങ്ങാൻ പറ്റത്തില്ല, സ്ക്വാട്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാല് വേദന. ശരി, ഒരു ദിവസം ചെയ്തിട്ട് വന്നാൽ പിന്നെ പെട്ടെന്ന് ഭയങ്കര പെയിനാണ്. എങ്കിലും ഞാൻ വിചാരിച്ചു ശരി ചെയ്യാം, എന്തായാലും ഇറങ്ങി തിരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു തുടങ്ങി. ഫസ്റ്റ് എൻ്റെ മെയിൻ പ്രശ്നമായിരുന്നത് ഷുഗർ. എനിക്കത് ഷുഗർ കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. ഭയങ്കര ഒരു ഷുഗർ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ജിമ്മിൽ ജോയിൻ ചെയ്തു എങ്കിലും ഞാനൊരു 1-2 ആഴ്ചയൊന്നും എനിക്ക് ഡയറ്റൊന്നും ഞാൻ എടുത്തിരുന്നില്ല. കാരണം എന്നെ കൊണ്ട് പറ്റത്തില്ല. ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നൊരു സ്റ്റാർട്ട് ചെയ്ത ഒരു പെയിനും കാര്യങ്ങളും അതിൻ്റെ കൂടെ ഫുഡും എല്ലാം കൂടി നമ്മൾ ഒറ്റയടിക്ക് നിർത്തിയാൽ എനിക്ക് എന്തോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ആഹാരം കൺട്രോൾ ചെയ്ത് കഴിക്കും എന്നുള്ളതല്ലായിരുന്നു. ആഹാരം എനിക്ക് നിർത്തേണ്ടി വരുമോ, അല്ലെങ്കിൽ എനിക്ക് ഷുഗർ കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് ചോക്ലേറ്റ്സ് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ ഞാൻ ഒരു ബ്രസ്റ്റ് ഫീഡിങ് മോമാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സാണ് ഇപ്പോൾ ആയത്. ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ഒരു 64 kg ഉണ്ടായിരുന്ന ഞാൻ ഒരു 81 kg വന്നിട്ട് അത് വീട്ടിൽ തന്നെ ചെയ്ത കുറച്ച് വർക്കൗട്ടും കുറച്ച് പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഒഴിവാക്കിയപ്പോഴത്തേക്കും ഞാൻ താനേ വീണ്ടും 64 തന്നെ പോയായിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് ഡെലിവറിയൊക്കെ ആവാറായ സമയത്ത് അതിന് മുന്നേ തന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ് എനിക്ക് ഓവറായിട്ട് വണ്ണം വെച്ച് തുടങ്ങിയത്. അത് കുറേശ്ശെ ആയപ്പോഴത്തേക്കും എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് എൻ്റെ വണ്ണമായി. പ്രത്യേകിച്ച് നമ്മൾ ബോഡി ഷേമിങ്, നാട്ടുകാരിൽ നിന്നുള്ള ബോഡി ഷേമിങ്, വീട്ടുകാരിൽ നിന്നുള്ള ബോഡി ഷേമിങ്, അതെന്നെ കൊണ്ട് സഹിക്കാനേ പറ്റാത്ത കാര്യമായിരുന്നു. കാരണം തടിച്ചി എന്നുള്ള വിളി അത് നമുക്ക് വണ്ണമുള്ളവർക്കറിയാം എത്രമാത്രം നമുക്കത് വിഷമം ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം അത് തളർത്തും, നമ്മൾ മെൻ്റലി എത്രമാത്രം അത് നമ്മൾ ബാധിക്കും എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ആ ഒരു ഒറ്റ ബോഡി ഷേമിങ് കൊണ്ടാണ് ഞാൻ കുറേയൊക്കെ പോട്ടെ ഇങ്ങനെ പോട്ടെ കുറയും കുഞ്ഞിന് പാൽ കൊടുക്കുന്നതിനനുസരിച്ച് എൻ്റെ വെയിറ്റ് കുറയുമായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് എൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കൂടെ ബ്രസ്റ്റ് ഫീഡിങ്ങും കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ നല്ല രീതിക്ക് പുറത്തുനിന്നുള്ള ഫുഡും ചോക്ലേറ്റ്സും ഒക്കെ കഴിച്ചിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാമെന്ന് വിചാരിച്ചിരുന്ന കാര്യം നടക്കത്തില്ല എന്നുള്ള കാര്യം പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നീടൊക്കെ ഞാൻ വർക്കൗട്ട് കറക്റ്റിന് ചെയ്യുമായിരുന്നെങ്കിലും ഞാൻ ഡയറ്റിലോട്ടായില്ലായിരുന്നു. അപ്പോൾ പിന്നും എനിക്ക് ഒരു മനസ്സിലൊരു കുത്തൽ വരുമല്ലോ. കാരണം നമ്മൾ കുഞ്ഞിനെയൊക്കെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്രയും നേരം എനിക്ക് മോർണിങ്ങോ ഈവനിങ്ങോ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനിടയ്ക്കുള്ളൊരു സമയം 9 to 11 അതിനിടയ്ക്കാണ് ഞാൻ ഈ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുഞ്ഞിനെ ആക്കിയിട്ടല്ലേ പോകുന്നത്. എനിക്ക് കുറച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെറുതെ വേസ്റ്റ് ആയി പോകത്തില്ലേ നമ്മൾ ഫീസൊക്കെ കൊടുത്ത് ജിമ്മിൽ പോകുന്നത് ഫുഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡയറ്റ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രെയിനറോട് ഇങ്ങനെ സംസാരിച്ചു. എനിക്ക് ആത്മാർത്ഥമായിട്ട് ഉണങ്ങണമെന്നുണ്ട്, എനിക്ക് ഡയറ്റ് പ്ലാൻ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അതിനെന്താ ശേഷി, ഞാൻ ഡയറ്റ് പ്ലാൻ തരാം, അതുപോലെ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും, വർക്കൗട്ട് എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡയറ്റ് തന്നു. ഞാൻ രാവിലെ ജിമ്മിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കോഫിയും, അതായത് നമ്മുടെ കോഫി, ഷുഗർ ഇടാത്ത കോഫിയും ഒരു റോബസ്റ്റ് പഴമോ ആപ്പിളോ ഗ്രീൻ ആപ്പിളോ എന്തെങ്കിലുമാണ് കഴിച്ചിട്ട് പോകുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കത്തില്ല. ഇത് തന്നെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് അതിനുശേഷം ജിമ്മിൽ നിന്ന് വന്ന ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് പുള്ളി എനിക്ക് ഡയറ്റ് സെറ്റ് ചെയ്ത് തന്നതും. നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡിൽ നിന്നും കൂടുതലായിട്ടുള്ള ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയ ഫുഡൊക്കെ പുള്ളി എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വയറ് ഫില്ലാവുന്നപ്പോൾ നല്ലപോലെ വയറൊക്കെ ഫില്ലായി. അങ്ങനെ എനിക്കൊരു ആദ്യത്തെ 3 ദിവസം ഭയങ്കര പാടെന്ന് വെച്ചാൽ ഞാൻ എടുക്കുമെന്നുള്ള ഒരു ഇതിൽ വൈകുന്നേരം വരെ പോകുമ്പോഴത്തേക്കായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വരും. ചോക്ലേറ്റ്സ് എടുക്കാൻ എന്തെങ്കിലും ഒരു ഷുഗർ മതി. കാരണം നമ്മുടെയൊക്കെ സ്വഭാവം അനുസരിച്ചിട്ട് ചോറ് കഴിച്ചാൽ ഉടനെ നമ്മൾ എന്തെങ്കിലും കഴിക്കും, മധുരമോ എന്തെങ്കിലും നമുക്ക് കുറയ്ക്കാനായിട്ട് വേണം. അപ്പോൾ അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ചോക്ലേറ്റ്സ് ആണോ അതോ നമ്മളെ വടയോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി കുറച്ച് എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 2-3 ദിവസമൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കും. അപ്പം വിചാരിച്ചോ നടക്കത്തില്ല ഇത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആലോചിച്ചു എന്ത് ചെയ്യും ഒറ്റയടിക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് നിർത്താൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം ഈ ഷുഗർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഈവനിങ് ആകുമ്പോഴത്തേക്ക് എനിക്ക് തലവേദന വരും. ഞാൻ എന്തോ റിച്ച് ഫുഡ് കഴിച്ചാലും എനിക്ക് തലവേദന വരും. ആ ഷുഗർ, അപ്പോൾ എൻ്റെ മനസ്സ് ഫുള്ള് ആ ചിന്തയാണ്, ചോക്ലേറ്റ്സ് അത് ഇത് എന്നുള്ള ചിന്ത വരും, തലവേദന വരും. ഞാനത് കഴിക്കും, ഒരു ചെറിയ പീസ് മതി, കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ തലവേദന അപ്പോൾ അവിടെ സ്റ്റോപ്പ് ആവും. അതായിരുന്നു എൻ്റെ അവസ്ഥ.
അങ്ങനെ ഞാൻ അടുത്ത ഒരു ദിവസം ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയ ടൈമിൽ എനിക്കൊരു എനർജി ബാർ കിട്ടി. എനർജി ബാർ അതും ഷുഗർ തന്നെയാണ് എങ്കിലും എനർജി ബാർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ നട്ട്സൊക്കെ ഒരു പേസ്റ്റ് പോലെ വരുന്നൊരു സംഭവം. അങ്ങനെ അതിൽ നിന്നൊരു ബാർ ഞാൻ എടുത്തു. ബാർ എടുത്തിട്ട് വന്നിട്ട് അതിനെ ഞാനൊരു 5 പോർഷനായിട്ട് തിരിച്ചു. കാരണം ക്രേവിങ്സ് വരുന്ന ടൈമിൽ ഓരോ ചെറിയ പീസ് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു. ഒരു 3 ദിവസം ഞാൻ കഴിച്ചു. ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്ക് എന്തായാലും ഇത് വന്നു. ഞാൻ 3 ദിവസം കഴിച്ചു. പിന്നെ 4ൻ്റെ അന്നായപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ക്രേവിങ്സ് പയ്യെ മാറാൻ തുടങ്ങി. ഒരു ഒറ്റ ആഴ്ച നമ്മൾ കഷ്ടപ്പെട്ടാൽ മതി. ഒറ്റയാഴ്ച എന്തും വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നാൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ആ ഒരു ഹാബിറ്റ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ ഷുഗറിനോടുള്ള ആക്രാന്തം മാറി, പ്രശ്നമൊക്കെ മാറി. പിന്നീടാണ് ഞാൻ ഡയറ്റും അതുപോലെ തന്നെ വർക്കൗട്ടൊക്കെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു 4 മാസത്തിൽ ഏകദേശം ഒരു 20 kg 21 kg എനിക്ക് കുറഞ്ഞു. 3 ലിറ്റർ വെള്ളം ഭയങ്കര പ്രധാനമായിരുന്നു. 3 ലിറ്റർ വെള്ളം മിനിമം 3, മാക്സിമം നമുക്ക് കുടിക്കാം. ഒരു മാക്സിമം നമ്മൾ പോകത്തില്ല, കാരണം നമ്മൾ 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളത്തിൽ ഒതുങ്ങുന്നവരാണ്. അപ്പോൾ മാക്സിമം പോകത്തില്ല. എങ്കിലും ഞാൻ 3 ലിറ്റർ ആദ്യം കുടിച്ചു. പിന്നെ ആയപ്പോൾ എനിക്ക് വെള്ളം വേണമെന്നായി. എങ്കിലും എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നുള്ള ഒരാളായിരുന്നു. ഡ്രൈ സ്കിന്ന്, അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾ. ഇപ്പോഴും ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിലും ഒരു പരിധിവരെ, ഇതൊന്നും ഒന്നുമല്ല, നല്ല രീതിക്ക് ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരു പരിധിവരെ കുറഞ്ഞു. എൻ്റെ ഡ്രൈ സ്കിന്നൊക്കെ ഒരു പരിധിവരെ മാറി. കാരണം ഞാൻ സ്കിന്നൊന്നും ഒട്ടും കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പൊട്ടും വെച്ച് കുറച്ച് പൗഡർ ഇട്ട് തലയും കെട്ടി പോകുന്ന ഒരാളായിരുന്നു. സൺസ്ക്രീൻ യൂസ് ചെയ്യത്തില്ല, മോയ്സ്ചറൈസ് ചെയ്യത്തില്ല, നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്യത്തില്ല. സോപ്പ് തേക്കും, വരും, തുടയ്ക്കും, പൗഡറിടും, പൊട്ടിക്കും, പോവും. അത്രയേ ഉള്ളൂ. പിന്നീടാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഞാൻ ഈ ഫേസിനൊന്നും വലിയ കെയറൊന്നും കൊടുത്തിരുന്നില്ല. പിന്നീട് അപ്പോൾ ഈ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞ് വന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫേസിൽ ഞാൻ നല്ല ഫുഡൊക്കെയാണ് കഴിക്കുന്നതെങ്കിലും ഡ്രൈ സ്കിന്നും കൂടെ ആവുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു വരൾച്ച പോലെ ഫീൽ. അപ്പം ഇത്രയും വെള്ളം കുടിക്കുന്നുണ്ട്, അതെൻ്റെ ഫേസിൽ അറിയാം. ചിലപ്പോൾ ഉള്ളിൽ നല്ലതായിരിക്കും, പക്ഷേ എൻ്റെ ഫേസിൽ അതറിയാൻ ഒട്ടും ഇല്ലായിരുന്നു. അപ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ സ്കിന്നിൽ മോയ്സ്ചറൈസറൊന്നും അപ്ലൈ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നല്ലൊരു മോയ്സ്ചറൈസറും ക്ലെൻസറും ഒരു സൺസ്ക്രീനൊക്കെ മേടിച്ച് യൂസ് ചെയ്ത് തുടങ്ങി. അതിൻ്റെ വിസിബിളായിട്ടുള്ള മാറ്റം തന്നെ എൻ്റെ ഫേസിൽ എനിക്ക് തോന്നി. കാരണം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഭയങ്കര ഡ്രൈ, ഭയങ്കര രാവിലേക്ക് എണീക്കുമ്പോൾ ഒരു ഒട്ടി വലിഞ്ഞ സ്കിന്നായിരുന്നു. ഒരു എണ്ണമയം എന്ന് പറയുന്ന സംഭവമേ എൻ്റെ ഫേസിലില്ലായിരുന്നു. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഡയറ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി നമ്മൾ എന്ന് ശ്രദ്ധിച്ച് തുടങ്ങുന്നു, അന്ന് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഫേസും കെയർ ചെയ്ത് തുടങ്ങുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മാറ്റങ്ങൾ എൻ്റെ ബോഡിയിലായാലും. അപ്പോൾ ലാസ്റ്റ് എന്നെ കണ്ടിട്ട് ഭയങ്കര വണ്ണം, ഇതെന്തോ വണ്ണം കുറച്ചുകൂടി എന്ന് ചോദിച്ചിട്ടുള്ളവർ തന്നെ എന്നോട് മതി കേട്ടോ, ഉണങ്ങി ഒരു പടുതിയായി, ഇനി വേണ്ട, ഇനി ഉണങ്ങണ്ട, ഇനി കുറയ്ക്കണം, നിർത്തണം എന്ന് പറഞ്ഞ ഒരവസ്ഥയായി. എങ്കിലും നമ്മൾ കുറച്ചൊന്ന് ഉറങ്ങി തുടങ്ങുമ്പോഴേ അവർ പറയോ മതി ഭയങ്കരമായിട്ട് തുടങ്ങി. എങ്കിലും ഞാൻ നിർത്തിയില്ല. ഞാൻ എൻ്റെ ഒരു ഗോൾ, എനിക്കൊരു 63 കിലോയൊക്കെ ആവണമെന്നാണ്. ഇപ്പോഴും ഞാൻ ഡയറ്റിലാണോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിക്കൊക്കെ ഡയറ്റിലാണ്, വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല. 63 കിലോ, ഇപ്പോൾ ഞാൻ 66 കിലോയാണുള്ളത്. അപ്പോൾ ഒരു 3 കിലോയും കൂടി അതെനിക്ക് സാവധാനം കുറച്ചാൽ മതി. കാരണം ഞാനിപ്പോൾ ആവശ്യത്തിന് വണ്ണം കുറഞ്ഞു. അപ്പോൾ ഈ 3 കിലോയും കൂടി 64 ഉണ്ടായിരുന്ന ഞാൻ 1 കിലോയും കൂടെ കുറഞ്ഞാൽ കൊള്ളാം എന്നുള്ളൊരിത്. 63 കിലോയിലോട്ട് ആയാലും കൊള്ളാം. അതിൻ്റെ പേരിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. എനിക്ക് അധികം കൂടാൻ പറ്റത്തില്ല. എനിക്കൊരു 10 ഗ്രാം കൂടിയാലും എനിക്ക് ഭയങ്കര, ഞാൻ എന്നും വെയിറ്റ് ചെക്ക് ചെയ്യുന്നതാണ്. 10 ഗ്രാം കൂടിയാലും ഞാനിന്ന് എന്തെങ്കിലും ചെയ്തിട്ട് ഫുഡൊക്കെ ഇതാക്കി ഞാൻ ആ 10 ഗ്രാം പിറ്റേന്ന് കുറച്ചിരിക്കും. അത്ര എനിക്കിപ്പോൾ എനിക്ക് പറ്റത്തില്ല പഴയ ഒരു അവസ്ഥയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ ബ്രസ്റ്റ് ഫീഡിങ് മോമൊക്കെ ഉണ്ട്. അത് എന്നെപ്പോലെ തന്നെ വെയിറ്റ് ലോസ് വേണമെന്ന ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അത് ആ ഒരു ബോഡി ഷേമിങ്ങൊക്കെ അനുഭവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടിപ്സൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എന്ത് ഫുഡാണ് നമ്മൾ കുഞ്ഞിന് പാൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന ടൈമിൽ അവർക്ക് ക്ഷീണം തട്ടാൻ പാടില്ല. നമ്മൾ അത്രയും നല്ല റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് തന്നെ കഴിക്കണം. നമ്മൾ കഴിക്കുന്ന വേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു കഴിക്കുന്നൊന്നുമില്ല. അടുത്ത് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ എടുത്തിരുന്ന ഡയറ്റ്, പിന്നെ എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്തിരുന്നത്, എത്ര സമയം വർക്കൗട്ട് ചെയ്യാം, എന്തെങ്കിലും ഫാസ്റ്റിംഗ് ചെയ്തിരുന്നോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോ എടുത്തത്. ഇത് ഞാൻ ഒരുപാട് വലിച്ചയക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നോട് എൻ്റെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, എന്നെ അറിയിക്കുക. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമുക്ക് ബൈ പറയാം. ബൈ.